ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ക്വിക്കായിട്ടുള്ളൊരു ഹെൽത്തി ഫ്രൈഡ് റൈസ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ്. പിന്നെ ഞാനിവിടെ ഈ ബ്രൗൺ റൈസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള ബ്രൗൺ റൈസ് ആണ്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് ഈ ഓണിയൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഞാൻ സോട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ബ്രൗൺ റൈസിന് പകരം നോർമൽ ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് നമുക്ക് കിട്ടുമല്ലോ, അത് ബോയിൽ ചെയ്തിട്ടായാലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് എക്സ്ട്രാ ബ്രൗൺ റൈസ് ബാക്കി വന്നതാണ്. സോ അത് നമ്മളൊരു ഫ്രൈഡ് റൈസ് പോലെ തട്ടിക്കൂട്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്യുന്നത്. സോ അത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് സോട്ടായ ഈ വെജിറ്റബിൾസൊക്കെ നമ്മൾ അതിലേക്ക് ഇടും. ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ്, വളരെ ഒരു വെജിറ്റബിൾസാണ് മെയിനായിട്ട് ഞാനിതിൽ കൊണ്ടുവരുന്നത്. 1 കപ്പ് ഓഫ് റൈസ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. സോ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഇതിലേക്ക് കൂടുതൽ വേറെ സോസ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. കുറച്ച് ഹെൽത്തി ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അതാണ് നോക്കുന്നത്. കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ ഒരു എഗ്ഗ് ഞാൻ എടുക്കുന്നുണ്ട്. ഒരു എഗ്ഗും ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. സോ പെപ്പർ പൗഡർ, എഗ്, സോൾട്ട്, പിന്നെ നമ്മുടെ വെജിറ്റബിൾസും, വേറെ ഒന്നുമില്ല. ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഫ്രൈഡ് റൈസ് ആണിത്. ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനെ പറയാൻ പറ്റുമെന്ന്, പക്ഷേ എനിക്ക് ബാക്കി വന്ന എൻ്റെ ബ്രൗൺ റൈസിൻ്റെ ആ ഒരു കപ്പ് ഓഫ് ബ്രൗൺ റൈസ് കൊണ്ട് ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്തിട്ട് ഫ്രൈഡ് റൈസ് പോലൊരു സംഭവം അത് തന്നെ അങ്ങനെ പ്രിപ്പയർ ചെയ്തു. ഇനി ഇതിലേക്ക് ഞാൻ എൻ്റെ ഈ ഒരു ബൗൾ ഓഫ് റൈസ് ഇടുന്നു, നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുന്നു. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ് ഞാൻ അരിഞ്ഞ് വെച്ചതുണ്ട്. അത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഞാൻ ഇതിന് മീതെ ഒന്ന് ഗാർണിഷ് പോലെ അങ്ങനെ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യും. ഭയങ്കര ടേസ്റ്റിയാണ്. എനിക്ക് നമ്മൾ സോസ് ഒന്നും ഇട്ടില്ലെങ്കിലും ഇത് നല്ലൊരു ടേസ്റ്റിയാണ്. പെപ്പറിൻ്റെ എഗ്ഗിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ എഗ് ഫ്രൈഡ് റൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ റൈസൊക്കെ വന്നാൽ നമുക്കിങ്ങനെ കളയൊന്നും വേണ്ട. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഓരോ ഡിഷസൊക്കെ കണ്ടുപിടിച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.